രാജസ്ഥാനിൽ മരിച്ച ബിഎസ്എഫ് ജവാന്റെ മൃതദേഹത്തോട് അനാദരവ്. മൃതദേഹം നാട്ടിലെത്തിച്ചത് അഴുകിയ നിലയിലാണ്. മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായില്ല. ബന്ധുക്കൾ പൂവാർ പോലീസിൽ പരാതി നൽകി. എസ് ഷീജ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, എന്താണ് സംഭവം? ഇത്തരത്തിൽ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ബന്ധുക്കൾ എന്താണ് വ്യക്തമാക്കുന്നത്? ഏതായാലും ഈ മരണപ്പെട്ട ബിഎസ്എഫ് ജവാന്റെ മൃതദേഹത്തോട് വലിയൊരു അനാദരവ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം മൃതദേഹം ഇവിടെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ ബന്ധുക്കൾക്ക് വിവരം കൈമാറിയിരുന്നില്ല. അതിനൊപ്പം തന്നെ ഈ മൃതദേഹം ഇവിടെ എത്തിക്കുമ്പോൾ പൂർണ്ണമായും ജീർണിച്ച ഒരു അവസ്ഥയിലായിരുന്നു. ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അതേ തുടർന്നാണ് ഈ പൂവാർ സ്വദേശിയായ ഷാമുവൽ, അദ്ദേഹത്തിന്റെ ബിഎസ്എഫ് ജവാനായ ഷാമുവലിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങാതിരുന്നത്. 24-ാം തീയതി ആണ് ഈ മരണം സംഭവിക്കുന്നത്. മൃതദേഹം ഇന്നലെയാണ് നാട്ടിൽ എത്തിക്കുന്നത്. പക്ഷേ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഇത് മോശം അവസ്ഥയിലായതിനാൽ മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു ബന്ധുക്കൾ. നിലവിലിപ്പോൾ ഏതായാലും ബന്ധുക്കൾ പൂവാർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുള്ളൊരു സാഹചര്യം കൂടിയാണ്. ഏതായാലും ഒരു കടുത്ത അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്, ഈ സൈനികനോട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധുക്കളടക്കം വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതിൽ നിലവിലിപ്പോൾ പോലീസിൽ കേസ് നൽകിയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഏതായാലും തുടർ നടപടികൾ ഇതിന്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിഎസ്എഫുകാരെ അടക്കം ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പോലീസും സ്വീകരിച്ചു വരുന്നത്. ഏതായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഉള്ളത്. തീർച്ചയായും രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുന്ന ഒരു സൈനികനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനാദരവാണ് രാജസ്ഥാനിൽ മരിച്ച ബിഎസ്എഫ് ജവാന്റെ മൃതദേഹത്തോട് കാണിച്ചത്. മൃതദേഹം നാട്ടിലെത്തിച്ചത് അഴുകിയ നിലയിലാണ്. മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായിട്ടുമില്ല. നിലവിൽ ബന്ധുക്കൾ പൂവാർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.